എല്ലായിടത്തും വീട്ടിലിപ്പോൾ പത്രം വന്ന് വീണ് കാണുമല്ലോ അല്ലേ? ആ പത്രമൊക്കെ എടുത്ത് ഒന്ന് വായിച്ച് ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കാൻ തുടങ്ങുമല്ലേ? ഇപ്പോൾ ഇവിടെയും കാപ്പിയൊക്കെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പത്രങ്ങളും എല്ലാം വന്നിങ്ങനെ ഇരിക്കുകയാണ്. മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, ദേശാഭിമാനിയുണ്ട്, മാധ്യമമുണ്ട്, ദ ഹിന്ദു ഉണ്ട്. 5 പത്രം വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാതൃഭൂമിയിൽ തുടങ്ങാം. മനോരമയിലേക്ക് നോക്കിയപ്പോൾ ആദ്യം പരസ്യമാണ്, അതുകൊണ്ട് ഞാൻ മാതൃഭൂമി എടുക്കുകയാണ്. മാതൃഭൂമി പത്രത്തിൽ ഇന്ന് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് നോക്കാം. അപ്പോൾ പത്രങ്ങൾ എടുക്കാൻ നമ്മൾ തുടങ്ങുന്നു. പത്രവാർത്തകളിലേക്ക് കടക്കുമ്പോഴേക്കും ലക്ഷം കോടി നിക്ഷേപം ഇൻവെസ്റ്റ് കേരള തന്നെയാണല്ലോ പ്രധാനപ്പെട്ട വിഷയം ഇന്നത്തെ. 2 ദിവസത്തെ ഉച്ചകോടിക്ക് സമാപനമാകുമ്പോൾ 1.53 ലക്ഷം കോടിയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചു എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്കം. അതാണ് നമ്മൾ എടുത്തു കാണേണ്ട ഒന്നത്. കേരളത്തിൽ വ്യവസായ രംഗത്ത് വമ്പൻ നിക്ഷേപത്തിന് വഴി തുറന്ന് ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് സമാപനം. വെള്ളി ശനി ദിവസങ്ങളായി നടന്ന ഉച്ചകോടിയിൽ 1,52,905 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനമാണ് ഉണ്ടായതെന്ന് സമാപന സമ്മേളനത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച 50,000 കോടി രൂപയുടെ ദേശീയപാത വികസനത്തിന് പുറമെയുള്ള കണക്കാണ് ഇത്. അപ്പോൾ ഗംഭീരമായിട്ടുണ്ട്. നിക്ഷേപ വാഗ്ദാനവുമായി എത്തിയ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം. അങ്ങനെ ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ സമാപന ചടങ്ങിനെത്തിയ PK കുഞ്ഞാലിക്കുട്ടി, മന്ത്രി പി രാജീവ്, ഒപ്പം അടുത്ത് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. അപ്പോൾ ഒരു സഹവർത്തിത്വത്തിലേക്ക് പോവുക, ഒന്നിച്ച് വികസനത്തിലേക്ക്, ഒന്നിച്ച് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കത്തിന്റെ ഒരു പ്രതീകാത്മക ചിത്രമായി നമുക്ക് മാതൃഭൂമിയിലെ ഈ ചിത്രത്തെ കാണാം. എന്തായാലും ഇൻവെസ്റ്റ് കേരള സംബന്ധിച്ച കാര്യമാണ് പ്രധാനമായും വാർത്തയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നരേന്ദ്രമോദി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് CPM പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രധാന വാർത്തയും അതേ രീതിയിൽ തന്നെ പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. CPI പറയും പോലെ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാവില്ല എന്ന നിലപാടുമായി CPIM കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റികൾക്ക് അയച്ച രഹസ്യരേഖയിലാണ് വിലയിരുത്തൽ. ഇന്ത്യൻ ഭരണകൂടത്തെ നവഫാസിസ്റ്റായി ചിത്രീകരിക്കാനാവില്ല എന്നാണ് ഈ രഹസ്യ രേഖയിൽ പറയുന്നത്. അപ്പോൾ അതും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അതോടൊപ്പം ഒരു ചിത്രത്തിലേക്ക് കൂടി നമ്മൾ വന്നു കഴിഞ്ഞാൽ കടലിന് കാവൽ കഴിഞ്ഞ ദിവസത്തെ സമരത്തിന്റെ കാഴ്ചയാണ്. കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനന തീരുമാനത്തിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും ചേർന്ന് കൊല്ലം പോർട്ടിൽ ശനിയാഴ്ച വൈകുന്നേരം ആരംഭിച്ച സമുദ്ര രാപ്പകൽ സമരം അത് PC വിശ്വനാഥ് MLA ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണ്. ഈ വള്ളങ്ങൾ കൂട്ടിക്കെട്ടി തയ്യാറാക്കിയ ഒരു ചങ്ങാടത്തിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ദിലീപ് ദേവസ്യ കടലിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് തത്സമയം എത്തിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് തുടങ്ങിയ സമരമാണ്. രാവിലെ 8 മണിക്കാണ് ഈ സമരം അവസാനിക്കുക. നമുക്ക് മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ നിന്ന് നേരെ മനോരമയുടെ ഫ്രണ്ട് പേജിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നും പരസ്യമുണ്ട്. പരസ്യം നമ്മളങ്ങ് മറിക്കുന്നു. പരസ്യത്തിനകത്തേക്ക് ഉൾപേജിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥ ഫ്രണ്ട് പേജിൽ വാഗ്ദാനം 1.52 ലക്ഷം കോടി എന്ന വാർത്ത തന്നെയാണ്. 66 കമ്പനികൾക്ക് 500 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾ. 374 നിക്ഷേപകർ താല്പര്യം അറിയിച്ചു. വികസന ചിന്തയിൽ അതായത് KV തോമസ്, KN ബാലഗോപാൽ, ജോർജ് കുര്യൻ, പി രാജീവ്, PK കുഞ്ഞാലിക്കുട്ടി എന്നിവർ വേദിയിലിരിക്കുന്ന ചിത്രമാണ് മനോരമയും പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു വികസനം നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ചേർന്ന് പോകണം. അത് ഇനിയും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഈ ചിത്രവും എന്തായാലും ഉപകരിക്കും എന്നുള്ളത് നോക്കാം. കടലോരത്തിന്റെ പ്രതിഷേധമായ രാപ്പകൽ സമരം, അത് നല്ല ഒരു ചിത്രം. മനോരമയുടെ ആ കടൽ സമരത്തിലെ ചിത്രം നന്നായിട്ടുണ്ട്. മാതൃഭൂമിയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോൺഗ്രസും മത്സ്യത്തൊഴിലാളി കോൺഗ്രസും കൊല്ലം പോർട്ടിന് സമീപം ഇന്നലെ വൈകിട്ടാണ് ഈ സമരം ആരംഭിച്ചത്. ഈ ചിത്രം പകർത്തിയിരിക്കുന്നത് അരവിന്ദ് ബാലയാണ്. അരവിന്ദ് ബാലയുടെ ചിത്രം കിടുക്കിയിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ടാണ് കടലിൽ ഇങ്ങനെ ഒരു രാപകൽ സമരം നടക്കുന്നത്. നമുക്കും ഇത് അത്ര പരിചിതമായ ഒരു കാഴ്ചയല്ല. എന്തായാലും ആ സമരം ഇന്ന് രാവിലെ വരെ തുടരുകയാണ്. അപ്പോൾ സമരവേദിയിൽ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ രാത്രിയിൽ ഈ കടലിൽ കഴിയുകയാണ്. സമാപന സമ്മേളനം 8 മണിക്ക് KC വേണുഗോപാൽ MP ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക. NK പ്രേമേന്ദ്രൻ അടക്കം സമരപ്പന്തലിലെത്തി. രമേശ് ചെന്നിത്തല ഓൺലൈനിലൂടെ അഭിവാദ്യം ചെയ്തു. അങ്ങനെ നേതാക്കൾ എല്ലാവരുമുണ്ട്. KPCC പ്രഖ്യാപിച്ച സമരത്തിന്റെ തുടർച്ചയാണ് ഈ സമുദ്ര രാപ്പകൽ സമരം. എന്തായാലും അത് ഒരു പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പരിശോധനയ്ക്ക് പുക സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വന്ന മോട്ടോർ വാഹന വകുപ്പിന് യുവാവ് പിഴയിട്ടു എന്ന രസകരമായ വാർത്ത കൂടി മനോരമയുടെ ഫ്രണ്ട് പേജിലുണ്ട്. പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നിരത്തിലിറങ്ങിയ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിന് യുവാവിന്റെ ശിക്ഷ. മോട്ടോർ വാഹന വകുപ്പിന്റെ കൊല്ലം എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ വാഹനത്തിനാണ് പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ സ്വയം പിഴയിടേണ്ടി വന്നത്. എന്തായാലും പരിശോധനാ സംഘത്തിന്റെ വാഹന നമ്പർ എടുത്ത് പരിവാഹൻ സൈറ്റിൽ കയറി പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കി ആ യുവാവ് അക്കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തി എന്നത് പ്രധാനപ്പെട്ട വാർത്തയാണ്. നമുക്കൊന്ന് ദേശാഭിമാനിയിലേക്ക് വരാം. ദേശാഭിമാനി ഫ്രണ്ട് പേജ് ഡിസൈൻ തന്നെ 374 കമ്പനികൾ, നല്ല കളർഫുൾ ഡിസൈനാണ്. നമ്മൾ ബജറ്റ് സമയത്തൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു ഫ്രണ്ട് പേജാണ് ദേശാഭിമാനി ഈ നിക്ഷേപ സംഗമവുമായി ബന്ധപ്പെട്ട വാർത്ത ഉൾപ്പെടുത്തുന്നതിനായി കൂടി ഫ്രണ്ട് പേജിൽ ചെയ്തിരിക്കുന്നത്. 4 പേജ് ഡിസൈനിൽ ഇന്ന് നമ്മൾ കണ്ട 3 പത്രങ്ങളിൽ മനോരമ, മാതൃഭൂമി, ദേശാഭിമാനി, അതിൽ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജാണ് പെട്ടെന്ന് ക്യാച്ചിയായിട്ട് തോന്നുക. ഓരോ ഗ്രൂപ്പുകളുടെയും നിക്ഷേപം എത്ര കോടിയാണ് എന്നതുകൂടി പറഞ്ഞിട്ടുണ്ട്. അദാനി ഗ്രൂപ്പ്, ഹൈലൈറ്റ് ഗ്രൂപ്പ്, ലുലു, മലബാർ, മൊണാർക്ക്, ഷറഫ്, NRG തുടങ്ങി എല്ലാ കമ്പനികളുടെയും 500 കോടി രൂപയിൽ കൂടുതൽ നിക്ഷേപം
നിക്ഷേപവുമായി 54 കമ്പനികൾ രംഗത്തെത്തിയിരിക്കുന്നു. കേരളത്തിൽ സംയോജിത അക്വാ പാർക്ക് വരുന്നു എന്ന ജോർജ് കുര്യന്റെ പ്രസ്താവന. റൗണ്ട് ടേബിൾ IT മേഖലയിലെ നിക്ഷേപകരുമായി നടത്തിയ റൗണ്ട് ടേബിളിന്റെ ചിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രിയും മന്ത്രി P രാജീവും പങ്കെടുക്കുന്നത്. 1,52,905 കോടി രൂപയുടെ നിക്ഷേപത്തിനുള്ള താൽപര്യപത്രം. 374 കമ്പനികൾ, 24 IT കമ്പനികൾ 8,500 കോടി ചെലവിടുന്നു. അങ്ങനെ 374 കമ്പനികൾ നിക്ഷേപം 1,529 ലക്ഷം കോടി എന്ന് പറഞ്ഞൊരു വിമാനം പറക്കുന്നു. അതോടൊപ്പം തന്നെ കാറ്റാടിപ്പാടം തുടങ്ങി അങ്ങനെ പേജ് ഡിസൈൻ ഗംഭീരമായിട്ടുണ്ട് ദേശാഭിമാനിയുടേത്. നേടി കേരളം എന്നതാണ് ഫ്രണ്ട് പേജിൽ അകത്ത് കൊടുത്തിരിക്കുന്ന ക്യാച്ച് വേർഡ്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പ അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്ന കാര്യം കൂടി പ്രധാന വാർത്തയെ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മാർപ്പാപ്പയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം ഇരിങ്ങാലക്കുടയിലെ നിക്ഷേപ തട്ടിപ്പും ദേശാഭിമാനി ഫ്രണ്ട് പേജ് വാർത്തയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് 150 കോടിയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി. വൻ പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരിൽ നിന്ന് പണം സ്വീകരിച്ചത്. നിക്ഷേപകരുടെ പരാതിയിൽ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു എന്ന കാര്യം കൂടി പ്രാധാന്യത്തോടുകൂടി ദേശാഭിമാനി ഫ്രണ്ട് പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തുരങ്കമിഴിഞ്ഞ് തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന വാർത്ത. അവിടെ നിന്നുള്ള ചിത്രം നാഗർകുന്നൂലിലാണ്. ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ തുരങ്കത്തിന്റെ ഭാഗത്ത് ഈ തുരങ്കം ഇടിഞ്ഞു കിടക്കുന്നത്. അവിടെ ജലസേചന മന്ത്രി ഉത്തംകുമാർ റെഡ്ഡി പരിശോധന നടത്താനെത്തിയ ചിത്രവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 2 എഞ്ചിനീയർമാരും 2 മെഷീൻ ഓപ്പറേറ്റേഴ്സും 4 തൊഴിലാളികളുമാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 4 പേർ ജാർഖണ്ഡ് സ്വദേശികളാണ്, 2 പേർ UP, മറ്റ് 2 പേർ ജമ്മുകശ്മീരും പഞ്ചാബും. അവരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വാർത്ത പ്രാധാന്യത്തോടുകൂടി ഇട്ടിരിക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ പ്രാധാന്യത്തോടെ ഒരു CCTV വിഷ്വൽ പങ്കുവച്ചിരുന്നു. പ്രേക്ഷകർക്ക് ഓർമ്മ കാണുമല്ലോ. റെയിൽവേ ട്രാക്കിൽ ഒരു ടെലിഫോൺ പോസ്റ്റ് അങ്ങ് കൊണ്ടിട്ടു. അതിൽ 2 പേരെ ഇന്നലെ രാത്രിയോടുകൂടി പിടിച്ചു. ആ വാർത്ത പോസ്റ്റ് ഇട്ടിരിക്കുന്ന കുണ്ടറ ഈസ്റ്റ് പോങ്ങുവിള ജംഗ്ഷന് സമീപമാണ് ടെലിഫോൺ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിൽ ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം പിടികൂടി. അതിൽ രാജേഷ്, അരുൺ എന്നിവരാണ് പിടിയിലായത്. കുണ്ടറ ഈസ്റ്റ് പോങ്ങുവിള ജംഗ്ഷന് സമീപമുള്ള റെയിൽവേ ട്രാക്കിൽ ഈ എഴുകോൺ പോലീസ് എത്തി ഈ പോസ്റ്റ് നീക്കം ചെയ്തു. വീണ്ടും പാലത്തിന് മുകളിൽ ഈ പോസ്റ്റ് കണ്ടെത്തി. സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിനെ തുടർന്നാണ് പ്രതികളെക്കുറിച്ച് സൂചന കിട്ടിയത്. അട്ടിമറിയാണ് എന്നൊക്കെ കരുതി പരിശോധന ലഭിച്ചിരുന്നു. ഇവർ ലഹരി ഉപയോഗമടക്കം നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനുശേഷം നമുക്ക് ദിലീപിനോട് തന്നെ ചോദിക്കാം അതിൻ്റെ ഒരു വ്യക്തത എന്താണ് എന്നത്. നമുക്ക് ഇനി മാധ്യമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാധ്യമത്തിലും മനോരമ പോലെ തന്നെ ഫ്രണ്ട് പേജ് പരസ്യമാണ്. പരസ്യം ഞാനങ്ങ് മറിക്കുകയാണ്. അപ്പോൾ പരസ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആഗോള ഉച്ചകോടി പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തിരിഞ്ഞുകുത്തി USAID $21 ദശലക്ഷം മോദിക്ക് നൽകിയെന്ന് ട്രംപ്. BJPയും കേന്ദ്രവും പ്രതിരോധത്തിൽ എന്ന വാർത്ത ഹസനുൽ ബന്ന ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ട്രംപിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്ത. എന്തായാലും BJPക്കെതിരെ ആക്രമണം ശക്തമാക്കിയ കോൺഗ്രസ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തലിന് പ്രധാനമന്ത്രി മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് ഇട്ട വാർത്ത അത് പ്രാധാന്യത്തോടെ കൊടുക്കുന്നു. ഭാവിയിലേക്ക് എന്ന് പറഞ്ഞ് മാധ്യമത്തിലൊരു ചിത്രമുണ്ട്. അത് മന്ത്രി P രാജീവ് എന്തോ ചൂണ്ടിക്കാട്ടി സൗഹൃദ സംഭാഷണം നടത്തുമ്പോഴേക്കും അത് ശ്രദ്ധയോടെ കേൾക്കുന്ന PK കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പുറത്ത് ജോർജ് കുര്യൻ ഇരിക്കുന്നുണ്ട്. ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിക്കിടെ ഉള്ള ചിത്രമാണ്. ബൈജു കൊടുവള്ളിയുടെ ചിത്രം. വാഗ്ദാനമായി ലഭിച്ച നിക്ഷേപങ്ങൾ സംരംഭങ്ങളായി യാഥാർത്ഥ്യമാകാൻ സമയമെടുക്കുമെന്ന മന്ത്രി P രാജീവിന്റെ വാക്കുകളുമുണ്ട്. ആഗോള ഉച്ചകോടി തന്നെയാണ് പ്രധാന വാർത്തയായി മാധ്യമവും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ എത്രയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന തുക എന്നതടക്കം പ്രാധാന്യത്തോടുകൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നോട്ടീസ് കൈപ്പറ്റാതെ PC ജോർജ് എന്നതാണ്. ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ അറസ്റ്റ് വൈകിക്കാൻ PC ജോർജിന്റെ ശ്രമമെന്ന വാർത്തയും മാധ്യമം പ്രാധാന്യത്തോടുകൂടി തന്നെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ദ ഹിന്ദുവിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ഹിന്ദുവിലും തുരങ്ക വാർത്ത തന്നെയായിരിക്കും മെയിൻ എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, അങ്ങനെ തന്നെയാണ്. 8 trapped in തെലങ്കാന ടണൽ റെസ്ക്യൂ എഫേർട്സ് ഓൺ എന്നതാണ് പ്രധാന വാർത്തയെ. അതോടൊപ്പം തന്നെ ഉൾപേജുകളിലേത് ചിത്രം സഹിതമുള്ള പോക്കറ്റ്സ് ആയിട്ട് ദ ഹിന്ദു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതിലേതെങ്കിലും ഇപ്പോൾ പേജ് 17 പോയി കഴിഞ്ഞാൽ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഇൻ സൂപ്പർ സൺഡേ ഷോ ഡൗൺ കായിക വാർത്തയാണ് താല്പര്യമെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് പോകാം. ശക്തികാന്ത ദാസാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടു PM ആയി പുതിയ അപ്പോയിന്റ്മെന്റിന്റെ വാർത്തയുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഈസ് ഹാവിംഗ് ഇറ്റ്സ് മൊമെന്റ് എന്നതാണ് മാഗസിനിലെ ഇന്നത്തെ ലീഡായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തെലങ്കാന ടണലിൽ കുടുങ്ങിയ 8 പേർക്ക് 2 എഞ്ചിനീയർമാർ അടക്കമുള്ളവർക്കായിട്ടുള്ള രക്ഷാദൗത്യം റെസ്ക്യൂ എഫേർട്സ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. കാരണം ഇന്നലെ രാവിലെയാണ് കുടുങ്ങിയത്. ഇപ്പോൾ നേരത്തോട് നേരമാകുന്നു. അവരെ ജീവനോടെ തന്നെ പുറത്തെത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അത് ഊർജിതമായി മുന്നോട്ട് പോകുന്നു. 14 കിലോമീറ്ററാണ് ഈ അണ്ടർ കൺസ്ട്രക്ഷൻ ടണലാണ്. അതിൻ്റെ 14 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഇവർ പെട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ കനാൽ പ്രൊജക്റ്റിൽ നിന്ന് ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് പുറത്തെടുക്കുക എന്നതാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ക്ലെയിം ഞാൻ നേരത്തെ മാധ്യമത്തിൽ സൂചിപ്പിച്ച വാർത്ത തന്നെയാണ്. ദ ഹിന്ദുവും പ്രാധാന്യത്തോടു കൂടി അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PM ഷുഡ് റെസ്പോണ്ട് ടു ട്രംപ്സ് ക്ലെയിം ഓൺ USAID ഫണ്ട്സ് എന്ന കോൺഗ്രസിന്റെ റിയാക്ഷനാണ്. പവൻ ഖേരയാണ് അതിൽ പ്രതികരിച്ചത്. പവൻ ഖേരയുടെ റിയാക്ഷനും പോക്കറ്റ് ബ്ലർബായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PM മോഡി മസ്റ്റ് ടോക്ക് ടു ഹിസ് ഫ്രണ്ട് പ്രസിഡന്റ് ട്രംപ് ആൻഡ് സ്ട്രോങ്ലി റിഫ്യൂട്ട് ദ അലിഗേഷൻ ദാറ്റ് അമേരിക്ക വാസ് അബൌട്ട് ടു ഗിവ് $21 million ടു ഹിം ആൻഡ് ഇന്ത്യ ഫോർ ഇൻക്രീസിംഗ് വോട്ടർ ടേൺ ഔട്ട് എന്നതാണ് പവൻ ഖേരയുടെ റിയാക്ഷൻ. എന്തായാലും ഈ
അമേരിക്കൻ പ്രസിഡന്റിന്റെ വീഡിയോ ക്ലിപ്പ്, അതായത് ആ സൗണ്ട് ബൈറ്റ് അടക്കം കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രത്യാക്രമണത്തിന് മുതിർന്നിരിക്കുന്നത്. ഇതിൽ ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും എന്ത് മറുപടി പറയും എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും US പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന അത് ബി.ജെ.പിയെയും കേന്ദ്ര സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. മണിപ്പൂർ സീസ് റൈസിംഗ് സപ്പോർട്ട് ഫോർ പുഷ് ടു സറണ്ടർ വെപ്പൺസ് എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയിലെ 150 കോടി തട്ടിപ്പ് ദ ഹിന്ദു ഫ്രണ്ട് പേജിൽ തന്നെ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് പ്രധാന വാർത്തകളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നിക്ഷേപ ഉച്ചകോടി സംബന്ധിച്ച വാർത്തയും പ്രാധാന്യത്തോടെ ദ ഹിന്ദു ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത റൗണ്ട് ടേബിൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമിറ്റിലെ IT സെക്ടറുമായിട്ടുള്ള റൗണ്ട് ടേബിൾ കോൺഫറൻസ്, അതിന്റെ ചിത്രമാണ് ദ ഹിന്ദു ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫ്രണ്ട് പേജിൽ. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ പത്രങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സിലേക്ക് വരാം. അതോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സന്ദേശങ്ങൾ വരുന്നുണ്ട്, അതിലേക്ക് വരണം.